സർ, ബീഹാർ മാതൃകയിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി, അതായത് SIR, അത് കേരളത്തിലും നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് ഈ വോട്ടർ പട്ടികയിൽ ഒരു പരിഷ്കരണമൊക്കെ നടത്തിയത് 2002-ലാണ്. 10-23 വർഷം കഴിയുന്നു ഇത്തരത്തിലൊരു നീക്കം കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഹാറിന് പിന്നാലെ കേരളത്തിലും ഈ SIR നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഈ വാർത്ത എത്രത്തോളം ശരിയാണ്? ഒപ്പം SIR കേരളത്തിലേക്ക് വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന അതിന്റെ ഒരു പ്രതിഫലനം അതെന്താണ്? ഇപ്പം കേരള രാഷ്ട്രീയത്തില് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര്, മന്ത്രിമാര്, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരെ എല്ലാം നമ്മളിപ്പം ബഹുമാന പുരസ്സരം ഉള്ള വാക്ക് ഉപയോഗിക്കണമെന്നാണ് അല്ലെ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാര്, അങ്ങനെ നമ്മൾ ബഹുമാനം അവർക്ക് ചാർത്തി കൊടുക്കണമെന്നാണ് നമ്മുടെ പുതിയ ഉത്തരവ്. ഭരണപരിഷ്കാര വകുപ്പിന്റെ പുതിയ ഉത്തരവാണ്. അവിടുത്തെ ഏതോ ഒരു സെക്രട്ടറി ഇറക്കിയ ഉത്തരവാണ്. അതിപ്പോ നിയമമായി. അതിപ്പോ ഉത്തരവായിട്ട് എല്ലാ ഓഫീസുകളിലും മറ്റേ ആളുകൾക്കും നോട്ടീസായിട്ട് വരികയാണ്. ഇപ്പൊ നമ്മൾ ഇനി എഴുതുമ്പോൾ ബഹുമാനപ്പെട്ടതെന്ന് ചേർക്കണം. ചില അറിവില്ലാത്തവർ പറയുന്നുണ്ട് ബഹുമാനം എന്ന് പറയുന്നത് നമ്മള് മേടിക്കേണ്ട, കടയിൽ നിന്ന് വിലയ്ക്ക് മേടിക്കേണ്ട ഒരു വസ്തുവൊന്നും അല്ല അല്ലേ? ഒരു ബഹുമാനം എന്ന് പറയുന്നത് ഒരാളുടെ പ്രവൃത്തി കൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ടും മറ്റു പെരുമാറ്റം കൊണ്ടും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ്. അതിൽ നിന്നാണ് നമ്മൾ അയാളെ ബഹുമാനത്തോടെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് അങ്ങനൊന്നും അല്ല. ഇത്രയും കാലം നോക്കിയിട്ട് അങ്ങനെയൊന്നും കിട്ടുന്നില്ലെന്നാണ് ഭരണപരിഷ്കാര വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നു, അവരുടെയൊക്കെ ഈ വാദം കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഇനി ഇവരെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ടതെന്ന് ചേർക്കണമെന്നാണ് പറയുന്നത്. ഇനി സാധാരണക്കാരൻ ഒരു അപേക്ഷ അയക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാര്, ബഹുവാദം ഇതിനകത്ത് വരുന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബഹുമാനപ്പെട്ടതെന്നൊക്കെ ചേർത്ത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കൊക്കെ അപേക്ഷ അയച്ചെന്നിരിക്കട്ടെ, അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപേക്ഷയുടെ ഒരു തീരുമാനമെടുക്കാതെ, അങ്ങനെയാണല്ലോ നമ്മുടെ ജനസമ്പർക്ക പരിപാടികളിൽ വില കൊടുത്ത അപേക്ഷകളൊക്കെ അവസാനം ചവറ്റുകൊട്ടയെന്നാണ് കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെ ചവറ്റുകൊട്ടയെന്നെങ്ങാണ് ഈ അപേക്ഷകൾ കണ്ടെത്തുന്ന സമയത്ത് ഈ അപേക്ഷ അയച്ച ആള് ഈ ബഹുമാനപ്പെട്ടതിന്റെ എതിർപദം, ഏതാണ്ട് എതിർപദമായിട്ട് വരുന്ന അപഹാസ്യം, അങ്ങനെ വല്ലതും വിശേഷിച്ച് വിളിച്ചാലോ? അപഹാസ്യനായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് എന്റെ അപേക്ഷ പരിഗണിച്ചില്ല, അല്ലെ അപഹാസ്യരായ മന്ത്രിമാരെ എന്റെ അപേക്ഷ പരിഗണിച്ചില്ല, അങ്ങനെ വല്ലതും മറുവാദം വരുമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ പറഞ്ഞല്ലേ, നമ്മുടെ ഈ അടുത്ത സമയത്ത് നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാര് വളരെ മിടുക്കന്മാരാണെന്ന് തോന്നുന്നു. സംഗമം വന്നുകൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതി പമ്പയിൽ സംഗമം നടക്കുന്നു. അത് കഴിഞ്ഞാൽ 22-ാം തീയതി പന്തളത്ത് സംഗമം നടക്കുന്നു. അത് കഴിഞ്ഞാൽ ഇത് ന്യൂനപക്ഷ സംഗമം വരുന്നു എന്നാണ് പറയുന്നത്. ന്യൂനപക്ഷ സംഗമവും വരുന്നു, അത് ഉത്തരവായിട്ടൊക്കെ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഭൂരിപക്ഷ സംഗമം വരുമായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. ഭൂരിപക്ഷ സംഗമം വരുമായിരിക്കും. പിന്നെ ശബരിമല കേന്ദ്രീകരിച്ചാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ത്രിവേണി സംഗമമാണ്. പമ്പയ്ക്ക് മുകളിൽ ത്രിവേണി, 3 നദികൾ സംഗമിക്കുന്നുണ്ട്. ഇനി അത് ചേർത്ത് ത്രിവേണി സംഗമം നടത്താം. ഒരുപാട് സ്കോപ്പ് ഉണ്ട് കേട്ടോ, സർക്കാരിന് മുമ്പിൽ ഒരുപാട് സ്കോപ്പ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭരണപരിഷ്കാര ചുമതല ഉണ്ടായിരുന്ന ഒരാള്, ഒരു മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിരുന്നു, PS അച്യുതാനന്ദൻ. അദ്ദേഹമാണ് അതിന്റെ ചെയർമാനായിട്ടൊക്കെ അധ്യക്ഷനായിട്ടിരുന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷമാണ് ഈ ഉത്തരവുകളൊക്കെ പുറത്തിറങ്ങിയത്. നന്നായി. ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അതിശക്തമായ മറുപടി അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ മറുപടി അദ്ദേഹം കൊടുത്തേനെ. ഉത്തരവ് എന്തായാലും പ്രാബല്യത്തിൽ വരുന്നുണ്ട്. നമ്മള് പണ്ട് കാലത്തൊക്കെ, ഈ എന്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിൽ നമ്മള് ജില്ലാ കളക്ടർക്കൊക്കെ അപേക്ഷ അയക്കേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹത്തെ സാറെന്നല്ല സംബോധന ചെയ്യണം, അദ്ദേഹത്തെ മഹാത്മൻ എന്ന് സംബോധന ചെയ്യണമെന്നൊക്കെ ചില സാറന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. കളക്ടറൊക്കെ എഴുതുന്ന അപേക്ഷ തുടങ്ങുന്നതിന് മുമ്പ് മഹാത്മൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ചിലര് മറുവാദമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തില്, അത്രയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊരു നാട്ടു നടപ്പായി പോയി. ആ പഴയ കാലത്ത് നാട്ടു നടപ്പായി. മഹാത്മൻ എന്നാണ് കളക്ടറെയൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീടാണ് അതിനു മുമ്പാണ് അന്നദാതാവായ പൊന്നുതമ്പുരാൻ എന്നൊരു വിശേഷണം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ അങ്ങനെയാണ് വിളിച്ചത്, അന്നദാതാക്കന്മാരായ പൊന്നുതമ്പുരാനെ അന്നദാതാവാണല്ലോ അവരാണല്ലോ നമുക്ക് എല്ലാം തരുന്നത്. ആ അർത്ഥവും നമുക്ക് പറഞ്ഞില്ല, ഭക്ഷണം എന്താ കാര്യങ്ങളാണെങ്കിലും അവരാണെന്ന് തന്നുകൊണ്ടിരുന്നത്. അവരതിന് തുകയൊന്നും ഈടാക്കിയിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരം തരത്തില് നമ്മളെ ജീവിക്കാൻ, നമുക്ക് ജീവിതത്തിന് വേണ്ട എല്ലാം തരുന്ന അതായതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിച്ചിരുന്നത്. അത് വിശാഖം തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിശേഷണം കൂടുതൽ വന്നെന്നാണ് പറയുന്നത്. അന്ന് തിരുവിതാംകൂറിലെ ക്ഷാമം വളരെ, തിരുവിതാംകൂർ മാത്രമല്ല മലബാറിലും ക്ഷാമം ഉണ്ടായിരുന്ന കാലമാണ്. ആ സമയത്ത്
നമ്മള് തിരുവിതാംകൂറിൽ കപ്പ എന്ന് പറയും. പിന്നെ നിങ്ങളുടെ വടക്കൻ സ്ഥലങ്ങളിൽ അതിനെ പിന്നെ തൃശ്ശൂരൊക്കെ പിന്നെ കൊള്ളി എന്നാണെന്ന് തോന്നുന്നു. കൊള്ളി അതെ, കപ്പക്കിഴങ്ങിനെ കൊള്ളി എന്നാണ് പറയുന്നത്. മലബാറിലൊക്കെ അതിന് പിന്നെ പൂള അല്ലെ, പൂള എന്ന് മറ്റോ ആണ് അതിനെ പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഭക്ഷണ വസ്തു ഉണ്ടായിരുന്നു, സാധാരണക്കാരന്റെ ഭക്ഷണ വസ്തുവായിരുന്നു. പിന്നെ ഞാൻ മലബാറിൽ പോയപ്പോൾ അത് കണ്ടിട്ടുണ്ട്, ചാളയും പൂളയും എല്ലാ കടകളിലും എഴുതി വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭക്ഷ്യവസ്തു, ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തു കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഈ മഹാരാജാവായിരുന്നു. അദ്ദേഹം മലയയിൽ നിന്നാണ് തിരുവിതാംകൂറിലേക്ക് ഇത് കൊണ്ടുവന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പോർച്ചുഗീസുകാർ ബ്രസീലിൽ നിന്ന് കപ്പ ഇറക്കുമതി, മലബാറിൽ അവര് കപ്പ ഇറക്കുമതി ചെയ്ത് അതിനെ ഒരു പോഷസമ്പുഷ്ടമാക്കിയത്. അപ്പൊ പട്ടിണിയുടെ കാലമാണ്, പട്ടിണിക്കാലമാണ്. അന്ന് ജീവിക്കാൻ ഒരു മാർഗവുമില്ല, ആഹാരത്തിന് ഒരു മാർഗവുമില്ലാത്ത കാലമാണ്. നമ്മൾ ഈ ആഞ്ഞിലിച്ചക്ക, ഇവിടൊക്കെ ആഞ്ഞിലിച്ചക്ക എന്ന് പറയുന്നു, അതെടുത്ത് പച്ച ആഞ്ഞിലിച്ചക്ക പുഴുങ്ങി തിന്നുക. അത് 1940-കളിൽ വരെയൊക്കെ ഉണ്ടായിരുന്നു, 40-45 വരെ പച്ച ആഞ്ഞിലിച്ചക്ക പുഴുങ്ങി തിന്നുക. അതുപോലെ തന്നെ വാഴയുടെ ഏറ്റവും ചൂട് ഭാഗം, അതിന് ഇവിടൊക്കെ മാണം എന്നാണ് പറയുന്നത്, ഏറ്റവും ചൂട് ഭാഗം. മലബാറിലെ പ്രയോഗം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത്തരത്തിലുള്ള വസ്തുക്കൾ കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് അന്നദാതാവായ പൊന്നുതമ്പുരാനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഇവരെയൊക്കെ വിളിക്കുന്നതിന്റെ കാര്യം നമുക്കറിയത്തില്ല. റേഷൻ കട വഴി അരിയും ഗോതമ്പും ഒക്കെ തരുന്നത് കൊണ്ടാണോ, അതോ കിറ്റ് തരുന്നത് കൊണ്ടാണോ? ഇനി ഈ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള വിളികളിലേക്ക് നമ്മൾ പോകേണ്ടി വരുമോ? അന്നദാതാവായ പൊന്നുതമ്പുരാനെ എന്ന് വിളിക്കേണ്ട കാലമാണ്. ഈ ഭരണപരിയൊക്കെ ഈ ഉത്തരവ് കണ്ടു കഴിഞ്ഞാൽ, ഈ തലതിരി കണ്ടു കഴിഞ്ഞാൽ, നമ്മള് ഈ പറഞ്ഞില്ലേ, ഈ പിന്നെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കുന്ന ആളുകളെ, അവരെ സംബന്ധിച്ചുള്ള ഔചിത്യം എന്നൊരു കാര്യം അവരുടെ വഴിയേ പോയിട്ടില്ല എന്ന് തന്നെ ഒരു സൂചന. അപ്പൊ അതിന് പുറമെയാണ് ഇപ്പോഴത്തെ സാർ കേരളത്തിൽ ഉയരാൻ പോകുന്നത്. സാർ എന്ന് പറഞ്ഞ ഇത് സൂചിപ്പിച്ചത് ഇന്റൻസീവ് റിവിഷനാണ്, വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള സമഗ്ര പരിഷ്കരണം, അത് വരാൻ പോവുകയാണ്. അപ്പൊ കേരളത്തില് ഇനിയും ഉയരാൻ പോകുന്നത് പിന്നെ ബഹുമാന്യന് ശേഷം സാർ വിളികളും ഉയരുമെന്നാണ് ചില ആളുകളൊക്കെ പറയുന്നത്. ശരിയാണ് താനും. ആദ്യം ഇത് ബീഹാറിലാണ് പരീക്ഷിച്ചത്. ബീഹാറിൽ പരീക്ഷിച്ച സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ജനസംഖ്യയുടെ ഏതാണ്ട് 6%, ഏതാണ്ട് 60 ലക്ഷത്തോളം ആളുകളാണ്, അല്ലെ, 60 ലക്ഷത്തോളം ആളുകളാണ് വോട്ടർ പട്ടികയിലില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർ പലരും മരിച്ചുപോയവരാണ്, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയവരാണ്. അവരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്. ചിലരാരും നാട്ടിലില്ല, അവർക്ക് അഡ്രസ്സിന് കത്തുകൾ അയക്കാൻ പറഞ്ഞിട്ട് കത്തുകൾ അയച്ചിട്ട് മറുപടിയില്ല. ചിലരൊക്കെ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരവുമില്ല. അപ്പൊ അത്തരത്തിലുള്ള 60 ലക്ഷം പേരെയാണ് അവിടുന്ന് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. അതിനെതിരെ വലിയ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. പിന്നെ ഇന്ത്യ മുന്നണി അതിനെതിരെ കോടതിയിൽ വരെ കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. പക്ഷെ കോടതി അതൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ ആധാറിനെ വെച്ചിട്ട് ചലഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്, അത്തരത്തിൽ വോട്ട് ചെയ്യാമെന്നൊക്കെയുള്ള ഒരു പരിഗണന വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബീഹാർ പരീക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ധാരാളം വോട്ടർമാര് ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്നു എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പരീക്ഷണം നടത്താൻ പോകുന്നത്. കേരളത്തിന് ഇപ്പൊ സെപ്റ്റംബർ അവസാനം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കാനായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കേരള സർക്കാരിനോട്. നിങ്ങൾ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ തന്നെ ഇതിനുള്ള കാര്യങ്ങൾ ആരംഭിക്കണം, അടിയന്തരമായിട്ട് നടപ്പാക്കണം. ഏതാണ്ട് ഡിസംബർ ജനുവരി മുമ്പ് തന്നെയായിട്ട് വോട്ടർ പട്ടിക ക്ലീൻ ചെയ്തെടുക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെയും വോട്ടർ പട്ടിക സംബന്ധിച്ച് ധാരാളം വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എന്താണ് അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത്, കേരളത്തിൽ ഇരട്ട വോട്ടുള്ള 2-3 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൽ ഒരാള് സുരേഷ് ഗോപിയാണ് ഇരട്ട വോട്ടുള്ള ഒരാള്. പിന്നെ വയനാട് ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവ്, ഒരു കോൺഗ്രസ് MLA, അങ്ങനെ കുറച്ച് ആളുകളുടെ പേരുകൾ മാത്രമാണ് കേൾക്കുന്നത്. ബാക്കി എല്ലാവരും വളരെ ക്ലീൻ ആണെന്നാണ് പറയുന്നത്. കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധമാണ്. 2002 ശേഷം 23 വർഷത്തിന് ശേഷം വളരെ ശുദ്ധമായ വോട്ടർ പട്ടികയിലാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാദം. പക്ഷെ അത് വരട്ടെ, SIR വരട്ടെ, സാറ് വന്നൊന്ന് പരിശോധിക്കട്ടെ, എത്ര കുട്ടികൾ ക്ലാസ്സിലുണ്ട്, എത്ര പേരൊക്കെ പഠിത്തം നിർത്തി പോയിട്ടുണ്ട്, ഇതിൽ എത്രയൊക്കെ പേര് മരിച്ചു പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഒന്ന് സാറ് നോക്കട്ടെ. സാറ് നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഈ പറയുന്ന വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമാണോ, അതല്ലാതെ ഒരുപാട് കള്ളന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഇതിലൊക്കെ ഉപരിയായിട്ട് വരെ ചെയ്യാൻ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ സുഖമായിട്ടിരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വന്നോട്ടെ, 26-ലെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഭരണം പിടിച്ചെടുക്കാം എന്നൊക്കെയുള്ള സ്വാഭാവിക ആഗ്രഹങ്ങൾ എല്ലാ മുന്നണികളും വെച്ച് പുലർത്തുന്നുണ്ട്.
പക്ഷെ വോട്ടർ പട്ടിക ശുദ്ധീകരണം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിൽ ആരൊക്കെ എവിടൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ വ്യക്തത വരികയുള്ളൂ. തീർച്ചയായിട്ടും ധാരാളം വോട്ടുകൾ, ധാരാളം പിന്നെ ഡബിളിംഗ് അടക്കം, അതായത് ഇരട്ടിപ്പടക്കമുള്ള ധാരാളം വോട്ടുകൾ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നാണ് സൂചന. ഇപ്പൊ കഴിഞ്ഞ ദിവസം അനൌദ്യോഗികമായിട്ടുള്ള ചില സെൻസസ് കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആ കണക്കുകൾ പ്രകാരമാണെങ്കിൽ മുസ്ലിം ജനസംഖ്യയിൽ കാര്യമായി വർധനവ് വന്നിട്ടുണ്ട്. ഹിന്ദു ജനസംഖ്യയെ കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കുറവ് കാണിക്കുന്നത് ക്രിസ്ത്യൻ പോപ്പുലേഷനിനകത്താണ്. ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ വലിയ കുറവ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ്. അത് അനൌദ്യോഗിക റിപ്പോർട്ടാണ് കേട്ടോ, ഔദ്യോഗിക റിപ്പോർട്ട് ആയിട്ടില്ല അത്തരം കാര്യങ്ങളിൽ. ഏതാണ്ട് 4% കുറവ് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. ചിലർ പറയുന്നത് അവരൊക്കെ വിദേശത്താണെന്നാണ് പറയുന്നത്, കുടിയേറിപ്പോയത് കൊണ്ടാണ് അത്തരം വോട്ടുകൾ കുറവുണ്ടായെന്നുള്ളതാണ്. അതും കേരളത്തിൽ വലിയ പ്രശ്നമാവും. SIR നടപ്പാക്കുമ്പോൾ വിദേശ മലയാളികളുണ്ട്, ധാരാളം ലക്ഷക്കണക്കിന് വിദേശ മലയാളികളുണ്ട്. അവരുടെ വോട്ടിന്റെ സ്ഥിതി എന്താകും? അവർക്ക് വന്ന് വോട്ട് ചെയ്യാൻ പറ്റുമോ? അവരിൽ തന്നെ കൃത്യമായിട്ട് കണ്ടെത്തേണ്ടി വരും ഈ കുടിയേറിപ്പോയവരെ സംബന്ധിച്ചുള്ള വോട്ടുകളും അവർക്ക് ഇവിടെ വോട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ സംഭവമാണ് ഇവിടെ വരാൻ പോകുന്നത്. SIR എന്തായാലും വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. നമ്മള് പറഞ്ഞില്ലേ, ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ പണ്ട്, റൺവേ എന്ന് പറഞ്ഞ ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയ്ക്കകത്തില് പിന്നെ ഈ ദിലീപിന്റെ വാഹനം സ്പിരിറ്റ് കടത്തു വരുന്ന ലോറികളൊക്കെ ചെക്ക് പോസ്റ്റിൽ തടയുന്ന സമയത്ത് പിന്നെ ദിലീപിനോട് പണ്ട് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു SI ഉണ്ടായിരുന്നു അവിടെ. അയാളോട്, SI ആണോ എക്സൈസുകാരനാണോ, അയാളോട് ദിലീപ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സാറേ ഈ എന്റെ വണ്ടി തടയല്ലേ സാറേ, ഞാൻ ഈ പിന്നെ ഇതിന് മുമ്പ് എത്ര തവണ സാറിന് സഹായം ചെയ്തിട്ടുണ്ട്, അങ്ങനെ സാർ എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ഓരോ വാക്കിനും സെന്റൻസിനും ചേർത്തിന് ദിലീപ് ഇയാളെ വിളിക്കുമ്പം ഇയാളുടെ വായിന്നൊരു വാക്ക് വരുന്നുണ്ട്. എടാ എനിക്ക് മനസ്സിലായി, നീ എന്നെ SIR സാർ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി, നീ ഏത് അർത്ഥത്തിലാണ് അങ്ങനെ വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള സാർ വിളിയൊന്നും ആകാതെ നേരെ പറഞ്ഞില്ലേ, ആളുകൾക്ക് സംബന്ധിച്ച് വിശ്വാസ്യതയുള്ള ഇതായിട്ട് മാറും. ഇലക്ഷൻ കമ്മീഷന്റെ ഈ നടപടികളെ അത്തരം സാർ വിളികളുമായിട്ട് ഉപമിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.